നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ പവി കെയർ ടേക്കർ സിനിമ റിലീസായിരിക്കുകയാണ്. ഏപ്രിൽ 26, അതായത് ഇന്നലെയാണ് സിനിമ തിയേറ്ററുകളിൽ റിലീസായത്. ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു കളക്ഷനും സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 56 ലക്ഷം രൂപ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേൾഡ് വൈഡായിട്ട് ടോട്ടൽ കളക്ഷൻ നോക്കുമ്പോൾ 2 കോടി രൂപയോളം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇലക്ഷനായിരുന്നു. എങ്കിലും കൂടിയിട്ട് ഇത്ര രൂപയോളം, അതായത് 56 ലക്ഷം രൂപയോളം കേരളത്തിൽ നിന്നും ഈ സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അത്യാവശ്യം കളക്ഷൻ തന്നെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അഭിപ്രായം സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ അടുത്ത് ദിലീപേട്ടൻ്റെ ഇറങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകൾ അത്രമാത്രം നല്ല അഭിപ്രായം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നില്ല. അതിനോടൊപ്പം തന്നെ സിനിമയ്ക്ക് നെഗറ്റീവ് കമൻറ്റുകളും, സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ആവറേജ് അഭിപ്രായം ഉണ്ടെങ്കിലും സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാനും കുറച്ച് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദിലീപേട്ടൻ്റെ സിനിമകൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ദിലീപിൻ്റെ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം വരികയാണെങ്കിൽ പിന്നെ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനുള്ള വിഷമങ്ങളായിരിക്കും കാണുന്നത്. സാധാരണമായിട്ട് അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനപ്രിയ നായകൻ എന്ന് അറിയപ്പെട്ടതും. അത്രമാത്രം ഫാമിലീസും കുട്ടികളും ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ, ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ കാണാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള 2-3 സിനിമകളാണ് അദ്ദേഹത്തിന് ഫ്ലോപ്പുകളായത്. നമുക്കറിയാം, ആ ഒരു കേസിൻ്റെ പ്രശ്നത്തിലായിരുന്നു 2 വർഷത്തോളം ദിലീപ് സിനിമ വിട്ടുനിന്നത്. അപ്പോൾ ആ 2 വർഷത്തെ ഗ്യാപ്പിൽ ദിലീപിന് സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം വന്നിട്ടുള്ളൊരു സിനിമയാണ് രാമലീല എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമ എത്രമാത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റും എത്രമാത്രം ജനങ്ങളത് ഏറ്റെടുത്തു എന്നുള്ളതും ആ സിനിമയുടെ വിജയം നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും കോടികൾ ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ ആരാധകർ എങ്ങോട്ടും പോയിട്ടില്ല. അല്ലെങ്കിൽ ദിലീപിന് നല്ലൊരു സിനിമ കിട്ടിയാൽ ഇപ്പോഴും വിജയിക്കും എന്നുള്ളത് ഗ്യാരണ്ടി തന്നെയാണ്. ഇപ്പോൾ ദിലീപിന് കിട്ടുന്ന സിനിമകളിൽ വരുന്ന ചെറിയ ചെറിയ ഫോൾട്ടുകളാണ് സിനിമയ്ക്ക് കൂടുതൽ വിജയം കൈവരിക്കാൻ സാധിക്കാതെ പോകുന്നത്. അതിന് മറ്റുള്ള കുറ്റങ്ങളോ അല്ലെങ്കിൽ ആ സിനിമയെ പരമാവധി തരം താഴ്ത്തുന്നുണ്ടോ എന്നുള്ളതൊന്നല്ല നമ്മൾ വിലയിരുത്തുന്നത്. സിനിമ നല്ലൊരു സിനിമ കിട്ടുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെ ദിലീപിന് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനീത് കുമാറാണ്. നമുക്കറിയാം, നടനാണ് അദ്ദേഹം. സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഇപ്പോൾ പവി കെയർ ടേക്കർ. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു അഭിപ്രായം സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിലും കൂടിയിട്ട് കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിയുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടൊന്നും ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ പതുക്കെ അത് വരും എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് സിനിമാ തിയേറ്ററുകളൊക്കെ കൂടുതലായിട്ട് റിപ്പോർട്ടുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് ഡിഗ്രേഡുകൾ സിനിമയ്ക്ക് സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാരാണെന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നില്ല. ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ കരിയറിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോമഡി സിനിമകൾ നമുക്ക് മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില സംഭവങ്ങൾ, അതായത് ചില കഥാപാത്രങ്ങളെ അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് സിനിമകൾ ഇറക്കി. അത് അത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അത്രമാത്രം ആളുകൾ അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കോമഡി ലെവലിൽ, അതായത് ഒരു ജനപ്രിയ നായകൻ എന്ന് പറയുന്ന പൊസിഷനിൽ അദ്ദേഹം വന്നത്. കുറച്ച് കോമഡി മൂവീസുകൾ ചെയ്തപ്പോഴാണ് കൂടുതലായിട്ടും ഫാമിലിയിലേക്ക് അദ്ദേഹം കടന്നു വന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അതിൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ഒരു ഇപ്പോഴത്തെ 2023, 2024 കാലഘട്ടത്തിലും സിനിമകൾ ഒരുപാട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ, അതായത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് ഓരോ സിനിമകളും ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മലയാളികൾ, അതായത് മലയാള സിനിമകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ മറ്റു ഭാഷാ ചിത്രങ്ങളും ഇതുപോലെ തന്നെ വ്യത്യസ്തമായ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലും ഇതുപോലെ ഓരോ പിറവി എടുക്കുന്നുണ്ട്. ഓരോ സിനിമകളും നമുക്ക് പിടികിട്ടാത്ത ലെവലിലാണ് ഓരോ സിനിമകളും സ്ക്രിപ്റ്റുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇതപ്പോൾ മമ്മൂക്ക, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ബ്രഹ്മയോഗം എന്ന് പറയുന്ന സിനിമയിലൂടെ മമ്മൂക്ക അത് തെളിയിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മമ്മൂക്ക ഓരോ പരീക്ഷണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ ലൈഫിൽ അദ്ദേഹം പരീക്ഷണങ്ങൾ ഇപ്പോൾ ഇനി ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയമാണ്. അദ്ദേഹം ചെയ്തുകൊണ്ട് ഇനിയും വരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വീണ്ടും പഴയ കോമഡി സ്റ്റൈലിൽ തന്നെയാണ് സിനിമ ഇപ്പോഴും സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം മാറ്റിപ്പിടിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ജനങ്ങളത് ഉൾക്കൊള്ളണില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അദ്ദേഹം കോമഡി ഒരു പാറ്റേണിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്നിരുന്നാലും നല്ല നല്ല സിനിമകളും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ട്രെൻഡിനനുസരിച്ച് സിനിമകളും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം നല്ല നല്ല സിനിമകൾ, ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല നല്ല മൂവികൾ ഇനിയും അദ്ദേഹം കൊണ്ടുവരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ ആരാധകർ എങ്ങോട്ടും പോയിട്ടില്ല. നല്ലൊരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ ഇപ്പോഴും ആളുകളുണ്ട്. കാരണം ഇന്നലെ ഇലക്ഷൻ ദിവസമായിട്ടും
മോർണിംഗ് ഷോ, അതായത് 12 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോ തിയേറ്ററിൽ റിലീസായിരിക്കുന്നത്. എന്നിട്ടും ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹൗസ്ഫുള്ളായിരുന്നു എന്നുള്ളതാണ്. അപ്പം നല്ലൊരു സിനിമ അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ ദിലീപേട്ടൻ ഒരിക്കലും വേറൊരു സെൽഫ് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ജനങ്ങൾ അത് അംഗീകരിച്ചു എന്നുള്ളതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ധൈര്യമായിട്ട് നല്ല നല്ല സിനിമകൾ ചെയ്യുക. വീണ്ടും ദിലീപേട്ടന് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. തീർച്ചയായിട്ടും പവി കെയർ ടേക്കർ 100 കോടി ക്ലബ്ബിൽ മേലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. ഈ സിനിമ കണ്ടവരാണെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.